നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ മെഡിക്കൽ ഷോപ്പിന് നേരെ 4 അംഗ സംഘത്തിന്റെ ആക്രമണം. ബൈക്കിലെത്തിയ സംഘം ജീവനക്കാരന്റെ ബൈക്കും ഷോപ്പിലെ ചില്ലും തകർത്ത ശേഷം കടന്നു കളഞ്ഞു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ലഹരി മരുന്ന് നൽകാത്തിലുള്ള വിരോധമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. വെട്ടുകത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായിട്ടായിരുന്നു സംഘം എത്തിയത്. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, വീണ്ടും ലഹരി സംഘം അഴിഞ്ഞാടുന്ന കാഴ്ച. ഇന്ന് കാസർഗോഡ് ഒരു വീട്ടിൽ കയറിയായിരുന്നു ആക്രമണമെങ്കിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ മെഡിക്കൽ ഷോപ്പിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഈ ലഹരി മരുന്ന് നൽകാത്തതിൻ്റെ വിരോധമാണെന്ന് പറയുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ നടപടികൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയായിരുന്നു നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്ക് സമീപത്തെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ഈ 4 അംഗ സംഘത്തിന്റെ ആക്രമണം നടന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഇത് ലഹരി മരുന്ന്, അത് പ്രത്യേകിച്ച് ഈ മാനസിക വിഭ്രാന്തി ഉള്ളവർക്ക് നൽകുന്ന ഡോക്ടർ പ്രിസ്ക്രൈബ് നൽകുന്ന മരുന്നുണ്ട്. ആ മരുന്ന് ഇവർക്ക് നൽകാത്തതിലുള്ള വിരോധം വച്ചു പുലർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം ഇതിന് പിന്നിൽ, ആക്രമണത്തിന് പിന്നിലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ, തിരികെ എത്താം. ഇപ്പോൾ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സംഘം, 4 അംഗ സംഘം സ്വകാര്യ മെഡിക്കൽ ഷോപ്പിൽ കയറി ആക്രമണം നടത്തിയതെന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ വ്യക്തമാകും. അരുൺ മോഹനിലേക്ക് ഒരിക്കൽ കൂടി. അരുൺ, കയ്യിൽ കത്തിയുണ്ട്, ആയുധങ്ങളുണ്ട്. 4 അംഗ സംഘമാണ് ഇവിടെ ഈ മെഡിക്കൽ ഷോപ്പിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജീവനക്കാർക്ക് നേരെ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നോ? അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അതായത് അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ മെഡിക്കൽ ഷോപ്പാണിത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്ക് സമീപത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ് 1:30-ക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ബൈക്കിലെത്തിയ 2 പേർ, ബൈക്കിലെത്തിയ 4 അംഗ സംഘത്തിൽ ബൈക്ക് മാറ്റി വെച്ചതിന് ശേഷം 2 പേർ ഈ പറയുന്ന മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ നിന്ന് അകത്തിരുന്ന ജീവനക്കാരനെ വിളിക്കുകയായിരുന്നു. പക്ഷേ പുറത്തേക്ക് വരാൻ വിസമ്മതിച്ചതിനെ തുടർന്ന്, കാരണം ഇത് ഗ്ലാസ് കൊണ്ട് അടച്ചിട്ടുള്ള ഒരു ഷോപ്പാണ്, അത് ഇവർ പുറത്തു വരാത്തതിനെ തുടർന്നാണ് ഈ പറയുന്ന ആ ഒരു ദേഷ്യത്തിൽ പുറത്തിരുന്ന വാഹനം ഇവർ അടിച്ചു തകർത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആക്രമണത്തെ തുടർന്നായിരുന്നു ഈ വാഹനത്തെ പൂർണ്ണമായി തകർത്ത്. പോലീസും മറ്റ് സമീപവാസികളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ പറയുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നെയ്യാറ്റിൻകര പോലീസ് സ്ഥലത്തെത്തി CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ആരാണെന്നോ എന്താണെന്നോ ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ പോലീസിൽ നിന്ന് പറയാതെ പറയുന്ന ഒരു വിവരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ലഹരി ആവശ്യപ്പെട്ടെത്തിയ സംഘങ്ങളുടെ അവരുടെ ആക്രമണമായിരിക്കാം ഇതിന് പിന്നിലെന്നാണ് പോലീസ് പറയാതെ പറയുന്നത്. എന്തായാലും നമുക്കത് വരും മണിക്കൂറുകൾക്ക് ശേഷമേ അതിനൊരു ചിത്രം നമുക്ക് ലഭ്യമാകുള്ളൂ. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് ഇവിടെ പല ഭാഗങ്ങളിലും ഭീതി പരത്തുകയാണ് ലഹരി സംഘങ്ങൾ. നെയ്യാറ്റിൻകരയില് സ്വകാര്യ മെഡിക്കൽ ഷോപ്പിന് നേരെ ആക്രമണം നടത്തിയത് ലഹരി സംഘമെന്നാണ് ലഭ്യമാകുന്ന വിവരം. 4 അംഗ സംഘം ബൈക്കിലെത്തി ജീവനക്കാരൻ്റെ ബൈക്ക് തകർക്കുന്നു, ഷോപ്പിലെ ചില്ലും തകർക്കുന്നുണ്ട്, കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും എത്തി ജീവനക്കാർക്ക് നേരെ കൊലവിളി മുഴക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ ഈ 4 അംഗ സംഘത്തെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.